എന്തുണ്ട് നമ്മളിന്നൊരു കുഞ്ഞ് ഷോപ്പിങ്ങിൻ്റെ വിശേഷമായിട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് വീക്കെൻഡ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോയത് മൾട്ടി സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. ഇത് പുതുതായിട്ട് ഓപ്പൺ ചെയ്തൊരു സൂപ്പർ മാർക്കറ്റാണ്. അടിപൊളിയായിട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ കാർ പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. ഹൈവേൻ്റെ സൈഡിലാണ്, ഒഴിഞ്ഞൊരു സ്ഥലത്താട്ടോ. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്ന് ഉള്ളിലേക്ക് കയറി പർച്ചേസിങ് ആരംഭിച്ചു. ഫസ്റ്റായിട്ട് പോയത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ ബാദിക്കുട്ടന് ഇങ്ങനെ മാംഗോ വേണമെന്ന് പറഞ്ഞപ്പോൾ 2 മാംഗോ വാങ്ങിട്ടോ. പിന്നെ നമ്മൾ പോയത് ഓറഞ്ച് വാങ്ങാനാണ്. നല്ല ഫ്രഷ് ഓറഞ്ചാണ്. അപ്പം നമ്മൾ കുറച്ച് ഓറഞ്ചും വാങ്ങി. പിന്നെ നമ്മൾ പോയത് വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് കേട്ടോ. വെജിറ്റബിൾ സെക്ഷനിൽ ചെന്നപ്പോൾ നമ്മളെ കൂമ്പുണ്ടല്ലോ, വാഴക്കൂമ്പ്, അത് കണ്ടപ്പോൾ അതിൻ്റെ വില നോക്കണോ, 1 BD സംതിങ് ആണ്. 250 ഉറുപ്യ വിലയാട്ടോ. നാട്ടിൽ നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് പൊട്ടാറ്റോയും സവാളയും തക്കാളിയും ഒക്കെ വേണം. അപ്പോൾ ബാദിക്കുട്ടനാണ് ഓരോന്ന് എടുത്തുങ്ങാട്ട് കീസിലിടണത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പോയത് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ സ്ഥലത്തേക്കാണ്. അവിടെ പോയപ്പോൾ ഇഷ്ടം പോലെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ബോട്ടിൽ ജ്യൂസ്. അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിൽ ജ്യൂസ് അങ്ങനെ അങ്ങോട്ട് വാങ്ങാറില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. പുതിയ ഷോപ്പല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചങ്ങാണ്ട് നോക്കിയതാണ്. പാല്, തൈര്, മോരും ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ പോയത് വെജിറ്റബിൾ സെക്ഷനിലേക്കാണ്. നമ്മൾ ഇന്ത്യൻ വെജിറ്റബിൾസ് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കർമ്മൂസക്കുട്ടന്മാരൊക്കെ നോക്കി ചിരിക്കണ്. പക്ഷേ നല്ല വിലയാണ്. അപ്പോൾ നമ്മളതൊന്നും വാങ്ങിയില്ല. നമ്മൾ കറി വെക്കാൻ കുമ്പളങ്ങയാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എവിടെ ചെന്നാലും ഉണ്ടാവും നമ്മളെ ചക്കക്കുരുക്കുട്ടനും ഉണങ്ങി ചുങ്ങി. ഏതൊരു ഷോപ്പിംഗ് മാളിലും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ കായ് അപാരാണ്. അപ്പം നമ്മളിതൊന്നും വാങ്ങൂല, കണ്ടിങ്ങനെ ആസ്വദിക്കുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നെല്ലിക്ക ഉണ്ട്, പച്ചമാങ്ങ ഉണ്ട്, കോവക്ക എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ചെന്ന് നമ്മൾ പെട്ടത് 4 ചക്കച്ചവള ഒരു ബോക്സിൽ കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പൂതിയായി. പക്ഷേ പൂതി വെക്കാനേ പറ്റുള്ളൂ. 4 ചുളക്ക് നാട്ടിലെ 250 ഉറുപ്യ വില കേട്ടോ. തിന്നാനും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനേ പറ്റുള്ളൂ. നമ്മളപ്പം പോരൂല കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങിയത് വെളിച്ചെണ്ണയാണ്. നമുക്ക് വെളിച്ചെണ്ണയും ഓയിലൊക്കെ വാങ്ങണമായിരുന്നു. പക്ഷേ ഓയിൽ അത്ര പോരാ, പ്രൈസ് കൂടുതലായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങി. പിന്നെ പോയത് ബീഫിൻ്റെ സെക്ഷനിലേക്കാട്ടോ. അപ്പോൾ നല്ല പോത്തുംകാലൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വാങ്ങി നമുക്കിവിടെ സെറ്റാക്കാനുള്ള വകുപ്പില്ലാത്തത് കൊണ്ട് വാങ്ങിയില്ല. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ബുച്ചറി സെക്ഷനിലെ സ്റ്റാഫ്. അവനായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്ന് പിന്നെ ഫിഷിൻ്റെ അടുത്തേക്ക് പോയി. ഫിഷ് നോക്കുമ്പോൾ വലിയ ചെമ്മീനാണ് കേട്ടോ. പിന്നെ ഉണ്ടായത് സാൽമൺ ഫിഷിൻ്റെ കുറച്ച് പാർട്സാണ്. അപ്പോൾ നമ്മൾ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. അധികം മീനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലിങ് സെക്ഷനിലേക്കാട്ടോ പോയത്. അപ്പോൾ ബില്ലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഈ ഷോപ്പ് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ ഒന്നും നമുക്ക് വരാൻ പറ്റിയില്ല. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമായിട്ടോ. അപ്പോൾ അധികം ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലാവിഷായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ആളുകളെ കുറവായതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഓക്കെ.